നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ്. അതിന് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു തക്കാളി, പച്ചമുളക്, ഞാൻ ഏത്തക്കായയും കൂടി ഇട്ടു. ഏത്തക്കായ, ഇച്ചിരി ഉപ്പ്, പിന്നെ ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഓക്കെ, ഇപ്പം ഇത് തിളച്ചു എന്ന് തോന്നുന്നു. തിളച്ചപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെമ്മീനും ഇടാം. അല്ല, ആ മൊത്തം ചെമ്മീനിട്ട് തിളച്ചതിന് ശേഷം ഈ മൊത്തം ചെമ്മീനും ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇനി അടച്ച് വെച്ച് വീണ്ടും വേവിക്കണം. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ എടുക്കണം, ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 കാശ്മീരി ചില്ലി, ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനൊന്ന് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഇതുകൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത്രയും സാധനം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം അരച്ച് വെച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കായും ഇതെല്ലാം വെന്തിട്ടുണ്ട്. നല്ല ഇച്ചിരി ലൂസാക്കണം ഈ കറി. ഇച്ചിരി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. വെള്ളം ഒഴിക്കും. ഇനി ഇത് അടച്ചു വെച്ച് തിളക്കട്ടെ. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, നമ്മൾ കടുക് താളിച്ചിട്ടിട്ട് ഫൈനൽ കറി കാണിക്കും. ഇപ്പം കറി തിളയ്ക്കാൻ തുടങ്ങിയപ്പം എനിക്ക് പുളി കുറവാന്ന് തോന്നുന്നു. അപ്പം ഞാൻ മാങ്ങ ഇടമൊക്കെ മാങ്ങ ഇട, ഇല്ലെങ്കിൽ 2 കഷ്ണം ഈ പുളി ഇട്ടാൽ മതി. പുളി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ കടുക് എല്ലാം താളിച്ചിട്ടു. അടിപൊളി കറിയാണ്. ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചെമ്മീൻ കറി കഴിക്കാൻ.